ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മാംഗല്യം കഥയുടെ 16-ാമത്തെ ഭാഗമാണ് കേട്ടോ. ബാക്കി ഭാഗങ്ങളുടെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുവഴി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് കാണാൻ സാധിക്കും കേട്ടോ. ഓക്കെ, നമുക്ക് കഥയിലേക്ക് കിടക്കാം. കുളിയൊക്കെ കഴിഞ്ഞ് കാശി താഴേക്ക് വരുമ്പോൾ ഡൈനിങ് ടേബിളിൽ ജാനകിയമ്മയും ഇന്ദുവും ഉണ്ടായിരുന്നു. കാശിയെ കണ്ടതും ഇന്ദുവിന് രാവിലെ മുറിയിൽ വെച്ചുണ്ടായ ആ സംഭവം ഓർമ്മ വന്നു. അവൾ നോട്ടം മാറ്റി താഴേക്ക് നോക്കി നിന്നു. കാശി കസേര വലിച്ച് ടേബിളിലേക്കിരുന്നു. മോളെ ഇന്ദു, കാശിക്ക് കഴിക്കാൻ എടുത്തു കൊടുക്ക്, ജാനകിയമ്മ പറഞ്ഞു. ഇന്ദു പതുക്കെ മുന്നോട്ട് വന്ന് പ്ലേറ്റ് എടുത്ത് അവന് ദോശയും ചമ്മന്തിയും വിളമ്പിക്കൊടുത്തു. വിറയ്ക്കുന്ന വിരലുകളോടെ അവൾ കറിക്കിണ്ണം വെക്കുമ്പോൾ കാശി അവളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആരും കാണാതെ അവരുടെ കണ്ണുകൾ തമ്മിൽ ഇടയ്ക്കിടെ ഒന്നുടക്കുന്നുണ്ടായിരുന്നു. കാശി കഴിക്കാൻ തുടങ്ങിയപ്പോൾ ജാനകിയമ്മ ചോദിച്ചു, മോനെ, നീ ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ടോ? ആ അമ്മേ, പോകാതിരുന്നാൽ ശരിയാവില്ല, കാശി വളരെ ഗൗരവത്തോടെ പറഞ്ഞു. ഇപ്പോൾ തന്നെ 2-3 ദിവസമായില്ലേ ഞാൻ ലീവ് എടുത്തിട്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? പിന്നെ സ്കൂളിൻ്റെ കാര്യം മാത്രമല്ല, കുറച്ചായിട്ട് ഞാൻ വേറെ ഒന്നിലും ശ്രദ്ധിക്കുന്നില്ലല്ലോ. നമ്മുടെ മോളിൻ്റെ കാര്യങ്ങളും ബാക്കി ബിസിനസ്സുമൊക്കെ ആകെ താളം തെറ്റിക്കിടക്കുകയാണ്. അതെല്ലാം ഇനി കറക്റ്റായിട്ട് നോക്കണം. എല്ലാം പഴയതുപോലെ റെഡിയാക്കണം. കാശിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ജാനകിയമ്മയുടെ മുഖത്ത് വലിയൊരു സന്തോഷം വിടർന്നു. കാരണം അച്ഛൻ മരിച്ചതിന് ശേഷം അവനുണ്ടായ ആ ഒരു നിരാശയും അലസതയും മാറി അവൻ വീണ്ടും പഴയ ആ ഉത്തരവാദിത്തമുള്ള കാശിയായി മാറാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ദു ഈ വീട്ടിലേക്ക് വന്നതിൻ്റെ ഐശ്വര്യമാണല്ലോ ഇതെന്ന് ആ അമ്മ മനസ്സിലോർത്തു. ജാനകിയമ്മ ഇന്ദുവിന് നേരെ തിരിഞ്ഞു. അപ്പം മോളെന്തായാലും ഇന്ന് സ്കൂളിലേക്ക് പോകുന്നില്ലല്ലോ അല്ലേ? 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതിയോ? ആ ചോദ്യം കേട്ട് ഇന്ദു ഒന്ന് പരുങ്ങി. അവൾ അറിയാതെ കാശിയുടെ മുഖത്തേക്ക് നോക്കി. കാശി കഴിക്കുന്നത് നിർത്തി ഇന്ദുവിനെ നോക്കി ചോദിച്ചു, എന്താ, താൻ സ്കൂളിലേക്ക് വരുന്നില്ലേ? ഇന്ദു വളരെ സങ്കടത്തോടെയും അല്പം മടിയോടെയും പറഞ്ഞു, ഇല്ല, എനിക്കെന്തോ ഇനി അങ്ങോട്ട് വരാൻ തോന്നുന്നില്ല. ആ രാജേഷ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ. ഇനിയും ഞാൻ അങ്ങോട്ട് ചെന്നാൽ മറ്റു ടീച്ചർമാരും കുട്ടികളൊക്കെ എനിക്കത് ഫേസ് ചെയ്യാൻ വയ്യ. ഞാനിനി ആ സ്കൂളിലേക്കില്ല. അവളത് പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അയ്യോ, മോൾ അങ്ങനെ പറയരുത്, ജാനകിയമ്മ സ്നേഹത്തോടെ അവളെ തടഞ്ഞു. മോളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ ഈ ഒളിച്ചോട്ടം? നീ ധൈര്യമായിട്ട് സ്കൂളിലേക്ക് പോകണം, ജാനകിയമ്മ കാശിയെ നോക്കി ചോദിച്ചു. എന്താ കാശി നിന്റെ അഭിപ്രായം? കാശി ഇന്ദുവിൻ്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കി. ആ നോട്ടത്തിൽ അവൾക്ക് ധൈര്യം പകരുന്ന എന്തോ ഒന്നുണ്ടായിരുന്നു. അമ്മ പറഞ്ഞതാ ശരി, കാശി വളരെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. താനിന്ന് പോകാതിരിക്കരുത്. തെറ്റ് ചെയ്യാത്തവർ എന്തിനാ തലകുനിച്ച് മാറി നിൽക്കുന്നത്? താൻ പോകാതിരുന്നാൽ ആ രാജേഷ് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് മറ്റുള്ളവർ വിശ്വസിക്കും. അതുകൊണ്ട് താൻ എന്തായാലും വന്നോളൂ. ബാക്കി ആരെന്ത് ചോദിച്ചാലും ഞാൻ അവിടെ ഉണ്ടല്ലോ, അത് ഞാൻ നോക്കിക്കോളാം. കാശി ഒന്ന് നിർത്തിയിട്ട് അല്പം മയത്തിൽ പറഞ്ഞു. വേഗം പോയി റെഡി ആയിക്കോളൂ, നമുക്കൊന്നിച്ചു പോകാം. കാശിയുടെ ആ വാക്കുകൾ ഇന്ദുവിന് അത്ഭുതമായിരുന്നു. തനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് തനിക്ക് കരുത്തായി അയാൾ നിൽക്കുന്നത് അവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. കാശി സാറിൻ്റെ വാക്കുകളിലെ ആ ഉറപ്പ് അവളുടെ ഉള്ളിലെ പേടിയെ മുഴുവൻ ഇല്ലാതാക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു പോയി. കണ്ടില്ലേ, കാശി പറഞ്ഞത് കേട്ടില്ലേ? ശരി, എന്നാ മോള് വേഗം പോയി റെഡി ആയിക്കോ, കാശിയുടെ ഒപ്പം തന്നെ പോകാലോ, ചെല്ലേ, ജാനകിയമ്മ സന്തോഷത്തോടെ പറഞ്ഞു. ഇന്ദു തലയാട്ടി വേഗത്തിൽ മുകളിലേക്ക് പോകാനായി തിരിഞ്ഞു. ഇതൊക്കെ അല്പം മാറി നിന്ന് കേൾക്കുകയായിരുന്ന ശാരദയ്ക്ക്
ദേഷ്യം കൊണ്ട് പല്ലുറുമാൻ തോന്നി. അവർ തൊട്ടടുത്ത് പത്രം വായിക്കുകയായിരുന്ന മാധവനെ തോണ്ടിയിട്ട് പതുക്കെ പറഞ്ഞു, കണ്ടില്ലേ മനുഷ്യ, ഇന്നലെ വന്നവളാ. അപ്പോഴേക്കും അവൾക്ക് സ്കൂളിൽ പോകാൻ കാശിയുടെ കാറും കൂട്ടിന് കാശിയും. പണ്ട് ഈ കാശിനാഥൻ സ്വന്തം കാര്യങ്ങൾ മാത്രമല്ലേ നോക്കിയിട്ടുള്ളൂ. ഇപ്പൊ ദേ ഭാര്യയുടെ ബോഡി ഗാർഡായിട്ട് മാറാൻ തുടങ്ങിയിരിക്കുന്നു. എല്ലാം അവളുടെ നാട്യവും നിഷ്കളങ്കതയും അഭിനയിച്ചുള്ള മയക്കലാ. 2 ദിവസം കൂടി കഴിഞ്ഞാ ഈ വീടിന്റെ താക്കോല് കൂടി ജാനകിയെടുത്ത് അവളുടെ കയ്യിൽ ഏൽപ്പിക്കും, നോക്കിക്കോ. മാധവൻ പത്രത്തിൽ നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു. നീ വെറുതെ വേണ്ടാത്തത് ചിന്തിച്ചു കൂട്ടാതെ പോയി നിന്റെ പണി നോക്ക് ശാരദേ. ശാരദ മുഖം കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോയി. മുകളിലെ മുറിയിൽ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സാരി ഉടുക്കുമ്പോൾ ഇന്ദുവിൻ്റെ മനസ്സിൽ കാശിയുടെ ആ വാക്കുകളായിരുന്നു. ബാക്കി ഞാൻ നോക്കിക്കോളാം, നമുക്കൊന്നിച്ചു പോകാം. ആ വാക്കുകൾ അവൾക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. ആദ്യമായി കാശിനാഥൻ എന്ന മനുഷ്യനോട് അവൾക്ക് വല്ലാത്തൊരു ബഹുമാനവും ചെറിയൊരു അടുപ്പവും തോന്നി തുടങ്ങുകയായിരുന്നു. രാവിലെ റെഡിയായി ഇന്ദു കാശിയുടെ കാറിൻ്റെ മുൻസീറ്റിൽ വന്നിരുന്നു. യാത്രയിൽ രണ്ടുപേരും പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ലെങ്കിലും ഇന്നലത്തെ ആ ഭയമൊന്നും ഇപ്പോൾ ഇന്ദുവിൻ്റെ മുഖത്തില്ലായിരുന്നു. കാറ് സ്കൂളിൻ്റെ വലിയ ഗേറ്റ് കടന്ന് മുറ്റത്ത് വന്നു നിന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ടീച്ചർമാരുടെയും കുട്ടികളുടെയും ശ്രദ്ധ മുഴുവൻ ആ കാറിലേക്കായിരുന്നു. കാശി പതിവ് ഗൗരവത്തിൽ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങി. മറുഭാഗത്തെ ഡോറ് തുറന്ന് ഇന്ദുവും പുറത്തേക്കിറങ്ങി. ഇന്നലെ വരെ ഈ സ്കൂളിലെ വെറുമൊരു ടീച്ചറായിരുന്നവൾ ഇന്ന് ഈ സ്കൂളിൻ്റെ മാനേജ്മെൻ്റ് കൂടിയായ കാശിനാഥൻ്റെ ഭാര്യയായിട്ടാണ് വന്നിറങ്ങുന്നത്. അവിടുത്തെ മറ്റു ടീച്ചർമാർ ചെറിയൊരു അത്ഭുതത്തോടെയും കൗതുകത്തോടെയും അവരെ നോക്കുന്നുണ്ടായിരുന്നു. ഇന്ദുവിന് എല്ലാവരും നോക്കുന്നത് കണ്ടപ്പോൾ ചെറിയൊരു സങ്കോചം തോന്നിയെങ്കിലും അവൾ തൻ്റെ ആത്മാഭിമാനം വിടാതെ വളരെ നോർമലായി തന്നെ നിന്നു. ആരുടെയും മുഖത്തേക്ക് നോക്കാതെ കാശി പതിവ് ഗൗരവത്തോടെ നേരെ തൻ്റെ ഓഫീസിലേക്ക് നടന്നുപോയി. ഇന്ദു സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. സ്റ്റാഫ് റൂമിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് മീര ഓടി വന്നത്. മീരയ്ക്ക് ഇന്ദുവിനെ കണ്ടപ്പോൾ വലിയ അത്ഭുതമായിരുന്നു. എടി ഇന്ദു, നീ വന്നോ? മീര സന്തോഷത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചു. ഞാൻ വിചാരിച്ചു നീ ഇന്ന് എന്തായാലും വരില്ലെന്ന്. കല്യാണം കഴിഞ്ഞതിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് വീട്ടിലെത്തിയിട്ട് നിന്നെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു ഞാൻ. ഇന്നലെ ഞാൻ വിളിക്കാതിരുന്നതും അതുകൊണ്ടാ. എന്തായാലും നീ വന്നത് നന്നായി. ഇന്നലത്തെ ദിവസമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പുതിയ വീടൊക്കെ എങ്ങനെയുണ്ട്? മീര ഒന്നിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ഇന്ദു വളരെ ശാന്തമായി ഒന്ന് പുഞ്ചിരിച്ചു. കുഴപ്പമൊന്നുമില്ല മീരെ, അവിടെ വെറുതെ ഇരിക്കേണ്ടെന്ന് തോന്നി. പിന്നെ ആ രാജേഷ് പറഞ്ഞതൊക്കെ കേട്ട് ഞാൻ സ്കൂളിൽ വരാതിരുന്ന അത് വേറെ രീതിയിലാവില്ലേ, അതുകൊണ്ടാണ് ഇന്ന് തന്നെ വന്നത്. ഇന്ദുവിൻ്റെ ആ മറുപടി കേട്ടപ്പോൾ മീരയ്ക്ക് അവളോട് വല്ലാത്തൊരു ബഹുമാനം തോന്നി. അങ്ങനെ സ്കൂളിലെ കാര്യങ്ങൾ സാധാരണ പോലെ തുടങ്ങി. ഉച്ചയ്ക്ക് ശേഷം ഇന്ദുവിന് +2 സയൻസ് ക്ലാസ്സിലായിരുന്നു പീരീഡ്. കുട്ടികൾക്കൊരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് പ്രൊജക്ടർ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവൾ ലാപ്ടോപ്പും കൊണ്ടാണ് ക്ലാസ്സിലേക്ക് പോയത്. ക്ലാസ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ലാപ്ടോപ്പിൽ പ്രൊജക്ടറുമായി കണക്ട് ചെയ്യാൻ നോക്കി. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും സ്ക്രീനിൽ ഡിസ്പ്ലേ വരുന്നില്ല. കേബിൾ ഊരിയിട്ടും ലാപ്ടോപ്പ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുമൊക്കെ അവൾ നോക്കി. പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. കുട്ടികൾ ശ്രദ്ധയോടെ നോക്കിയിരിക്കുന്നുണ്ട്. കുറച്ചു നേരം കൂടി നോക്കിയ ശേഷം ഇന്ദു മുൻബെഞ്ചിലിരുന്ന ഒരു കുട്ടിയോട് പറഞ്ഞു, രാഹുൽ, ഈ പ്രൊജക്ടർ വർക്കാവുന്നില്ല. നീ പോയി കാശി സാറിനെ ഒന്ന് വിളിച്ചിട്ട് വരുമോ? സാറിനോട് പറഞ്ഞാൽ മതി ലാപ്ടോപ്പ് ഡിസ്പ്ലേ വരുന്നില്ല എന്ന്. ശരി ടീച്ചർ എന്ന് പറഞ്ഞ് ആ കുട്ടി വേഗം ഓഫീസിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞതും കാശി ക്ലാസ്സിലേക്ക് കയറി വന്നു. കാശി സാർ വന്നതും ക്ലാസ്സിലെ കുട്ടികളെല്ലാം ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്നു. കാശി കൈകൊണ്ട് അവരോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചിട്ട് നേരെ ഇന്ദു നിൽക്കുന്ന ഡെസ്കിൻ്റെ അടുത്തേക്ക് വന്നു.
എന്താ പ്രശ്നം? കാശി വളരെ പ്രൊഫഷണലായി ചോദിച്ചു. സാർ, ഈ പ്രൊജക്ടർ ലാപ്ടോപ്പുമായിട്ട് കണക്റ്റ് ആവുന്നില്ല. ഞാൻ പലതവണ കേബിൾ മാറ്റി നോക്കി. ഇന്ദുവും അതേ ഗൗരവത്തിൽ തന്നെ മറുപടി പറഞ്ഞു. കാശി ലാപ്ടോപ്പിൻ്റെ അടുത്തേക്ക് കുനിഞ്ഞു നിന്ന് കേബിളുകൾ പരിശോധിച്ചു. ഇന്ദു തൊട്ടടുത്ത് തന്നെ മാറി നിൽപ്പുണ്ടായിരുന്നു. കാശി ലാപ്ടോപ്പിൽ എന്തൊക്കെയോ സെറ്റിങ്സ് മാറ്റാൻ തുടങ്ങി. ആ +2 ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇതൊരു വലിയ കൗതുകമുള്ള കാഴ്ചയായിരുന്നു. തങ്ങളുടെ സ്കൂളിലെ ഏറ്റവും കലിപ്പനായ കാശി സാറും തങ്ങളുടെ പ്രിയപ്പെട്ട ഇന്ദു ടീച്ചറും കല്യാണം കഴിഞ്ഞ് ആദ്യമായി ഒന്നിച്ചു നിൽക്കുന്നത് അവർ വളരെ താല്പര്യത്തോടെ നോക്കിയിരുന്നു. കുട്ടികൾ പരസ്പരം നോക്കി പതുക്കെ ചിരിക്കുകയും കുശുകുശുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പ്രൊജക്ടർ ഓണായി സ്ക്രീനിൽ ഡിസ്പ്ലേ വന്നു. സെറ്റിങ്സിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ശരിയായിട്ടുണ്ട്, കാശി നിവർന്നു നിന്നുകൊണ്ട് പറഞ്ഞു. ഇന്ദു കാശിയുടെ മുഖത്തേക്ക് നോക്കി വളരെ നോർമലായി പറഞ്ഞു, താങ്ക് യു സർ. കാശി ഒന്ന് തലയാട്ടിയിട്ട് കുട്ടികളെ മൊത്തത്തിലൊന്ന് ഗൗരവത്തിൽ നോക്കി. എല്ലാവരും പെട്ടെന്ന് സൈലൻ്റായി ബുക്കിലേക്ക് ശ്രദ്ധിക്കുന്നത് പോലെ ഇരുന്നു. കാശി പതിയെ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അയാൾ പോയതിനു ശേഷം ഇന്ദു വീണ്ടും ക്ലാസ്സിലേക്ക് ശ്രദ്ധ തിരിച്ചു. ക്ലാസ്സിലെ ടോപ്പിക്ക് പഠിപ്പിച്ചു തീർന്നപ്പോൾ ബെല്ലടിക്കാൻ ഇനിയും 5 മിനിറ്റ് ബാക്കിയുണ്ടായിരുന്നു. കുട്ടികൾ പുസ്തകം മടക്കി വെച്ച് പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. ഇന്ദു ലാപ്ടോപ്പ് ഷട്ട് ഡൗൺ ചെയ്ത് ബുക്കുകൾ എടുത്തു വയ്ക്കുന്നതിനിടയിലാണ് മുൻബെഞ്ചിലിരുന്ന ആതിര എന്ന കുട്ടി പതുക്കെ എഴുന്നേറ്റത്. ക്ലാസ്സിലെ കുറച്ച് മിടുക്കിയും ധൈര്യമുള്ള കുട്ടിയുമാണ് ആതിര. ടീച്ചറെ, ആതിര വിളിച്ചു. ഇന്ദു തലയുയർത്തി നോക്കി. എന്താ ആതിരെ, സംശയം വല്ലതുണ്ടോ? അത് പാടത്തിൽ നിന്നല്ല ടീച്ചറെ, പാടത്തിന് പുറത്തു നിന്ന് ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ടീച്ചർക്ക് ദേഷ്യം വരില്ലെങ്കിൽ മാത്രം, ആതിര ചെറിയൊരു ചിരിയോടെ ചോദിച്ചു. ഇതു കേട്ടതും ക്ലാസ്സിലെ ബാക്കി കുട്ടികളും താല്പര്യത്തോടെ ഇന്ദുവിനെ നോക്കി. ഇന്ദുവിന് കാര്യം ഏകദേശം മനസ്സിലായിരുന്നു. എങ്കിലും അവൾ വളരെ കൂളായി ചോദിച്ചു, എന്താ കാര്യം, നീ ചോദിക്കേ? ആതിര ബാക്കിയുള്ള കുട്ടികളെ ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു. അല്ല ടീച്ചറെ, ഞങ്ങൾക്കിടയിൽ ഒരു വലിയ ചർച്ച നടക്കുന്നുണ്ട്. ടീച്ചറും കാശി സാറും തമ്മിൽ ലവ് മാരേജ് ആയിരുന്നോ? ഇത്രയും കലിപ്പനായ സാറിനെ ടീച്ചർ എങ്ങനെയാണ് വളച്ചത്? സത്യം പറ ടീച്ചറെ. ഇത് കേട്ടതും ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഒന്നിച്ച് ചിരിക്കാൻ തുടങ്ങി. ആൺകുട്ടികൾ ഡെസ്കിലടിച്ച് ആ ചോദ്യത്തെ സപ്പോർട്ട് ചെയ്തു. ഇന്ദുവിന് കുട്ടികളുടെ ഈ ചോദ്യം കേട്ടപ്പോൾ അമിതമായ നാണമോ പരിഭ്രമമോ ഒന്നും തോന്നിയില്ല. ഒരു ടീച്ചറുടെ പക്വതയോടെ അവൾ ആ ചിരികളെ നേരിട്ടു. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ചോദ്യം അവളെ വല്ലാതെ സ്പർശിച്ചിരുന്നു. താനും അദ്ദേഹവും തമ്മിൽ സ്നേഹിച്ചിരുന്നു എന്ന് ഈ കുട്ടികൾക്ക് പോലും സംശയം തോന്നിയല്ലോ എന്ന് അവൾ ഓർത്തു. പക്ഷേ നടന്ന യഥാർത്ഥ കാരണങ്ങൾ ഈ കുട്ടികളോട് പറയാൻ കഴിയില്ലല്ലോ. ഇന്ദു വളരെ ശാന്തമായി നേരിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, നിങ്ങൾ കുട്ടികൾ ഈയിടെയായിട്ട് റൊമാൻറ്റിക് സിനിമകളും നോവലുകളും അധികം കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ വലിയ ലവ് സ്റ്റോറിയൊന്നുമല്ല ഞങ്ങളുടേത്. വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് തീരുമാനിച്ച തികച്ചും സാധാരണ ഒരു അറേഞ്ച്ഡ് മാരേജാണ്. അല്ലാതെ വേറെ കഥകളൊന്നുമില്ല. ഞങ്ങൾ വിശ്വസിക്കില്ല, പുറകിലിരുന്ന ഒരു ആൺകുട്ടി വിളിച്ചു പറഞ്ഞു. ഇന്ന് സാറ് ലാപ്ടോപ്പ് ശരിയാക്കാൻ വന്നപ്പോൾ ടീച്ചറെ നോക്കിയ നോട്ടം, അതിൽ ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്നു ടീച്ചറെ. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്. കുട്ടിയുടെ ആ വാക്കുകൾ ഇന്ദുവിൻ്റെ നെഞ്ചിൽ ഒരു കൊളുത്തി വലിക്കലുണ്ടാക്കി. അദ്ദേഹം എന്നെ സ്നേഹത്തോടെ നോക്കിയെന്നോ? ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ട ആ നനവും ഇന്ന് രാവിലെ തനിക്ക് നൽകിയ ധൈര്യവുമൊക്കെ അവളുടെ മനസ്സിലൂടെ ഒരു മിന്നൽ പോലെ കടന്നുപോയി. സഹതാപം മാത്രമുള്ള ഒരാൾക്ക് അങ്ങനെ നോക്കാൻ കഴിയുമോ? ഇന്ദുവിൻ്റെ ചിന്തകൾ കാശിയിലേക്ക് നീളാൻ ആ നിമിഷം കാരണമായി. അപ്പോഴേക്കും ക്ലാസ് കഴിയാനുള്ള ബെല്ലടിച്ചു. ഇന്ദു ചിന്തകളിൽ നിന്നുണർന്നു.
മതി നിങ്ങളുടെ സിനിമാ കഥകൾ. നാളത്തെ ക്ലാസ്സിൽ വരുമ്പോൾ ഞാനിന്ന് പഠിപ്പിച്ചതിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കും. എല്ലാവരും പഠിച്ചോണ്ട് വരണം. ഇന്ദു ആ ചർച്ച അവിടെ വെച്ച് അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ടീച്ചറുടെ ഗൗരവത്തോടെ പറഞ്ഞു. കുട്ടികൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ലാപ്ടോപ്പും ബുക്കുകളുമായി വരാന്തയിലൂടെ സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമ്പോൾ ഇന്ദുവിൻ്റെ മനസ്സിൽ ആ കുട്ടികൾ പറഞ്ഞ വാക്കുകൾ തന്നെയായിരുന്നു. ആ നോട്ടത്തിൽ ഭയങ്കര സ്നേഹമുണ്ടായിരുന്നു. കാശിനാഥൻ എന്ന തൻ്റെ ഭർത്താവിനെക്കുറിച്ച് ഇന്ദു പുതിയൊരു കോണിലൂടെ ചിന്തിച്ചു തുടങ്ങുകയായിരുന്നു അവിടെ നിന്ന്. ക്ലാസ് കഴിഞ്ഞ് ഇന്ദു സ്റ്റാഫ് റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ടീച്ചർമാരുടെ എല്ലാം ശ്രദ്ധ അവളിലേക്കായിരുന്നു. സീനിയറായ സുജാത ടീച്ചർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആഹാ, ഇന്ദു ടീച്ചർ വന്നല്ലോ. ഞങ്ങൾ വിചാരിച്ചു ഇന്നെന്തായാലും വരില്ലെന്ന്. കല്യാണം കഴിഞ്ഞിട്ടുള്ള തിരക്കുകളൊക്കെ ആയിരിക്കുമല്ലോ എന്ന് കരുതിയിരിക്കുകയായിരുന്നു. അത് കേട്ട് അല്പം കുശുമ്പുള്ള ബിന്ദു ടീച്ചർ ചെറിയൊരു പരിഹാസത്തോടെ പറഞ്ഞു, അതെന്തായാലും നന്നായി. വലിയ വീട്ടിലെ തമ്പുരാട്ടിയെ പോയപ്പോൾ ഇനി എന്തായാലും ഇങ്ങോട്ടൊന്നും വരില്ലെന്നാ ഞങ്ങൾ വിചാരിച്ചത്. അത്ര വലിയ വീട്ടില് വെറുതെ ഇരിക്കാൻ ഇന്ദുവിന് എന്തായാലും ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലേ. ആ വാക്കുകളിലെ ഒളിയമ്പ് ഇന്ദുവിന് കൃത്യമായി മനസ്സിലായിരുന്നു. എങ്കിലും ഒട്ടും പതറാതെ എന്നാൽ വളരെ ശാന്തമായി അവൾ മറുപടി പറഞ്ഞു, അതിപ്പോ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് ശീലമുള്ള ഈ സ്കൂളിലേക്ക് വരുന്നതല്ലേ ബിന്ദു ടീച്ചറെ. മാത്രമല്ല കുട്ടികളുടെ പോർഷൻസ് തീർക്കാനുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇന്ദുവിൻ്റെ ആ മറുപടി കേട്ടപ്പോൾ ബിന്ദു ടീച്ചർക്ക് പിന്നെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ബാക്കിയുള്ളവരും അവളോട് മറ്റ് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് സ്റ്റാഫ് റൂമിൻ്റെ വാതിൽക്കൽ കാശി വന്ന് നിൽക്കുന്നത് എല്ലാവരും കണ്ടത്. ആ പഴയ കലിപ്പൻ സാറിനെ കണ്ടതും ടീച്ചർമാരൊക്കെ വേഗം എഴുന്നേറ്റ് നിന്നു. ചിലർ ബഹുമാനത്തോടെ ഗുഡ് ഈവനിങ് സാർ എന്ന് പറഞ്ഞു. കാശി നേരിയതായി ഒന്ന് തലയാട്ടി ഇന്ദുവിനെ നോക്കി. ഇന്ദു പതുക്കെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ബാക്കിയുള്ള ടീച്ചർമാർ അല്പം മാറി നിന്ന് അവരെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാശി വളരെ മൃദുവായി എന്നാൽ ചുറ്റുമുള്ളവർ കേൾക്കാത്ത ശബ്ദത്തിൽ അവളോട് ചോദിച്ചു, എനിക്ക് മാളിലെയും ബിസിനസ്സിലെയും ചില കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പുറത്തേക്ക് പോകാനുണ്ട്. ഇന്നലെ അവിടെയൊന്നും പോയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വരാൻ കുറച്ച് വൈകും. താൻ എങ്ങനെ വീട്ടിലേക്ക് പോകുന്നേ? ഞാൻ വീട്ടിൽ നിന്ന് ഡ്രൈവറെ വണ്ടിയുമായി ഇങ്ങോട്ട് വിടണോ? കാശി തനിക്ക് നൽകുന്ന ആ പരിഗണന ഇന്ദുവിനെ വീണ്ടും അത്ഭുതപ്പെടുത്തി. അവൾ വളരെ സാധാരണയായി മറുപടി പറഞ്ഞു, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വീടധികം ദൂരെയല്ലല്ലോ, ഞാൻ ബസ്സിന് പൊക്കോളാം. ശരി എന്ന് പറഞ്ഞ് കാശി തിരിഞ്ഞു നടന്നു. അവൻ കാറെടുത്ത് പോകുന്നത് ഇന്ദു കുറച്ചു നേരം നോക്കി നിന്നു. വൈകുന്നേരം സ്കൂൾ വിട്ടപ്പോൾ ഇന്ദുവും മീരയും ഒരുമിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയായിരുന്നു. തനിച്ചായപ്പോൾ മീര ചിരിച്ചുകൊണ്ട് ഇന്ദുവിൻ്റെ തോളിലൊന്ന് തട്ടി. എടി കള്ളി, ബാക്കിയുള്ളവരോട് നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്നോട് സത്യം പറ. ഇന്നലെ രാത്രി എന്തൊക്കെ ഉണ്ടായി? നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? മീരയുടെ മുഖത്ത് വല്ലാത്തൊരു കുസൃതിയുണ്ടായിരുന്നു. ഇന്ദു അത് കേട്ട് ഒന്ന് പരുങ്ങി. ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും മീരയോട് ഇപ്പോൾ പറയാൻ കഴിയില്ലല്ലോ എന്ന് അവൾ ഓർത്തു. ഇന്ദുവിൻ്റെ ആ മൗനം കണ്ട് മീര വീണ്ടും അവളെ കളിയാക്കാൻ തുടങ്ങി. ആ കലിപ്പും കാശി സാറ് മുറിയിൽ വന്നിട്ട് റൊമാൻറ്റിക് ആയോ? അതോ അവിടെയും പ്രിൻസിപ്പാളിൻ്റെ സ്വഭാവം കാണിച്ചോ? സത്യം പറയടി, പുള്ളി നിന്നെ അടുത്ത് വിളിച്ച് എന്തൊക്കെയാ പറഞ്ഞേ? മീരയുടെ ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇന്നലത്തെ ആ സങ്കടങ്ങളും പുതപ്പുമെടുത്ത് സോഫയിലേക്ക് പോയി കിടന്ന കാശിയുമൊക്കെ ഇന്ദുവിൻ്റെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. പക്ഷെ അതൊന്നും പുറത്തു കാണിക്കാതെ ഇന്ദു മീരയെ നോക്കി ചെറിയൊരു ചിരിയോടെ പറഞ്ഞു, നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതെ വാ മീരെ, ബസ് വരാറായി. അവൾ വിഷയം മാറ്റാൻ ശ്രമിച്ചെങ്കിലും മീര അവളെ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഓഹോ, അപ്പം അതൊന്നും പുറത്തു പറയാൻ പറ്റാത്ത അത്ര വലിയ സംഭവങ്ങളായിരുന്നു അല്ലേ എന്ന് പറഞ്ഞ് മീര അവളെ കളിയാക്കിക്കൊണ്ട് ഒപ്പം നടന്നു. ഇന്ദു ഒന്നും മിണ്ടാതെ മീരയുടെ കളിയാക്കലുകൾ കേട്ട് ചെറിയൊരു ചിരിയോടെ നടന്നു നീങ്ങി. മീരയുടെ നിർത്താതെയുള്ള കളിയാക്കൽ കേട്ടപ്പോൾ ഇന്ദു പെട്ടെന്ന് നടത്തം നിർത്തി അവളെ നോക്കി.
അവളുടെ മുഖത്തെ ആ ചിരി മാറിയിരുന്നു. ഓ പിന്നെ, നിനക്കറിയില്ല മീര എന്നെക്കാളും കൂടുതൽ ആളെ. നീ തന്നെയല്ലേ എപ്പോഴും ആളെക്കുറിച്ച് കുറ്റം പറഞ്ഞിരുന്നത്. ഭയങ്കര കലിപ്പനാണ്, തെമ്മാടിയാണ്, ആരെയും വകവയ്ക്കില്ല എന്നൊക്കെ. എന്നിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ പുള്ളി എൻ്റെ അടുത്ത് വന്ന് റൊമാൻറ്റിക് ആകുമെന്ന്? ഇന്ദു ചോദിച്ചു. മീര അമ്പരപ്പോടെ അവളെ തന്നെ നോക്കി നിന്നു. ഇന്ദു ഒരു ദീർഘനിശ്വാസത്തോടെ തുടർന്നു. അതൊന്നും അല്ലടി സത്യം. പുള്ളി വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അന്നുണ്ടായ ആ ഒരു സാഹചര്യം കൊണ്ട് മാത്രം ഈ കല്യാണത്തിന് സമ്മതിച്ചതാണ്. ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി സമ്മതിച്ചതുപോലെ തന്നെ. അല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് എന്നോട് യാതൊരു താല്പര്യവുമില്ല മീരെ. ഇന്ദുവിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ മീരയുടെ മുഖത്തെ കളിയാക്കലൊക്കെ മാറി അവൾ പെട്ടെന്ന് സീരിയസ് ആയി. ഇന്ദുവിൻ്റെ ഉള്ളിലെ ആ വലിയ ഭാരവും അകൽച്ചയും മീരയ്ക്ക് കൃത്യമായി മനസ്സിലായിരുന്നു. അവൾ സ്നേഹത്തോടെ ഇന്ദുവിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. എടി, നീ ഇങ്ങനെ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. കുറച്ച് സമയം കൊടുക്ക്. ഇപ്പോഴല്ലേ കല്യാണം കഴിഞ്ഞത്. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ സമയം വേണ്ടേ? സമയം കഴിയുമ്പോൾ എല്ലാം താനേ ശരിയാവും. നീ കണ്ടോ, എല്ലാം നല്ലതായി വരും. മീര അവളെ ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും അവർക്ക് പോകാനുള്ള ബസ് സ്റ്റോപ്പിലേക്ക് വന്നിരുന്നു. മീരയുടെ വാക്കുകൾ ഇന്ദുവിന് ചെറിയൊരു സമാധാനം നൽകി. അവൾ മീരയോട് യാത്ര പറഞ്ഞ് ആ ബസ്സിലേക്ക് കയറി. വിൻഡോ സീറ്റിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അവളുടെ ചിന്തകൾ മീര പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറിച്ചായിരുന്നു. ഒരു സമയം കഴിയുമ്പോൾ എല്ലാം താനേ ശരിയാവും. ആ വാക്കുകൾ ഒരു പ്രതീക്ഷയായി അവളുടെ മനസ്സിൽ മുഴങ്ങി. രാവിലെ തനിക്ക് ധൈര്യം തന്ന കാശിയുടെ മുഖവും ക്ലാസ്സിൽ വെച്ച് ആ ലാപ്ടോപ്പ് ശരിയാക്കാൻ വന്നപ്പോഴുള്ള ആ മാറ്റവും അവൾ ഓർത്തു. പുറമേ കാണുന്ന ആ കലിപ്പൻ്റെ ഉള്ളിൽ തനിക്കറിയാത്ത വേറെന്തെങ്കിലും ഉണ്ടാവുമോ എന്നവൾ വെറുതെ ചിന്തിച്ചു പോയി. കുറച്ചു സമയത്തിന് ശേഷം ബസ് ഹരിശ്രീയുടെ അടുത്തുള്ള സ്റ്റോപ്പിലെത്തി. ഇന്ദു ബസ്സിൽ നിന്നിറങ്ങി ആ വലിയ തറവാട്ടിലേക്ക് പതുക്കെ നടന്നു. ഗേറ്റ് കടന്ന് ആ വലിയ മുറ്റത്തേക്ക് കയറുമ്പോൾ കാശിയുടെ കാർ അവിടെ ഉണ്ടായിരുന്നില്ല. ബിസിനസ് കാര്യങ്ങൾക്കായി അദ്ദേഹം പോയിരിക്കുകയാണല്ലോ എന്ന് അവൾ ഓർത്തു. ഒരു വലിയ വീടിൻ്റെ മരുമകളായി, എന്നാൽ തികച്ചും അപരിചിതമായൊരു ജീവിതത്തിലേക്ക് അവൾ വീണ്ടും കാലുവെച്ച് കയറി. തുടരും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഹൈപ്പ് കൂടി കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ഭാഗമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.